വീണ്ടും ഒരോണക്കാലം കൂടി. ഈ ഓണക്കാലം എടുക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് ഈ പ്രമേയ രോഗികളുടെ എല്ലാം പ്രഷർ കൂടും, ടെൻഷൻ കാരണം. ഇനി ഈ ഒരാഴ്ചത്തേക്ക് പായസം, സദ്യ, ആഘോഷങ്ങളെല്ലാം. പക്ഷെ പാവം പ്രമേയ രോഗികൾ ഇവർ ആചരിക്കുക അനാവശ്യമായ ഭീതി, പേടി. എന്തിനാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, ഏതാണ് നല്ലത്, ചീത്ത, ഇത് തിരിച്ചറിയാതെ ഓണാഘോഷം വരുമ്പോഴും ബാക്കിയുള്ളവർ സദ്യ ആഘോഷിക്കുമ്പോൾ ഉണക്ക ചപ്പാത്തി, മുത്താരി, റവ, വൈക്കോല്, പുല്ല്, പിണ്ണാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ജീവിതം തൊലക്കണ എത്ര പേരാണ് ഈ നാട്ടിലുള്ളത്. എത്ര വർഷങ്ങളായി നിങ്ങൾ ഇങ്ങനെ അർദ്ധപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കിടന്നിട്ട് നിങ്ങളുടെ അസുഖം മാറിയും. നിങ്ങൾ പഠിക്കുക, ഒരല്പം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താ നിങ്ങളിപ്പോൾ ഓണസദ്യ ഒന്ന് മനസ്സിൽ കണ്ടത്, നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ച ഫുൾ ഓണസദ്യ കിട്ടി, എല്ലാ സദ്യ നിങ്ങൾ ആസ്വദിച്ചോളൂ. പക്ഷെ കഴിക്കാൻ മുമ്പിലിരിക്കുന്ന ഭക്ഷണത്തിൽ ഏത് നല്ലത് ഏത് ചീത്താന്ന് തിരിച്ചറിയണം. ഈ മുഴുവൻ കറികൾ 10-15 കറികൾ ഉണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റും ഫാറ്റല്ലേ ഉള്ളൂ. അതിൻ്റെ കൂടെ കഴിക്കുന്ന ചോറല്ലേ മുഴുവൻ കാർബോഹൈഡ്രേറ്റ്. ചോറിൻ്റെ ടേസ്റ്റ് എന്താണ്? ഒരു ടേസ്റ്റിലത് ഈ ചോറ് കുറേ കുന്നുപോലെ തൂക്കിയിട്ട് അതൊരു മറ്റേ എന്താ വോൾക്കനോ പോലെ നടക്കൊരു കുഴിയുണ്ടെങ്കിൽ കുറേ സാമ്പാർ അതിലൊഴിച്ച് ഇത് മുഴുവൻ എടുത്ത് നിന്നിട്ട് ഈ കറി ഫുള്ള് വേസ്റ്റ് ആക്കും. നിങ്ങളത് തിരിച്ച് ചിന്തിച്ച് നോക്കൂ. ഈ ഓരോ കറികൾക്കും ഓരോ ടേസ്റ്റ് അല്ലേ. വളരെ കുറച്ച് ചോറെടുക്കുക, ഓരോ 5-6 ചോറ്, ഒരു ടേസ്റ്റിലത്തി ചോറ് 5-6 ചോറും കൂട്ടി ഓരോ കറികൾ ആസ്വദിക്കുക, 5-6 ചോറ് കഴിക്കുക, ഓരോ കറികൾ ആസ്വദിക്കുക. ഈ മുഴുവൻ കറികൾ ആസ്വദിച്ച് കഴിയുമ്പോൾ ഒരല്പം ചോറ് കഴിച്ചാൽ മതി, അത് ഫുൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലേ. നിങ്ങൾ എന്നിട്ട് പകരം നിങ്ങൾ 1-2 പായസം, അത് ചെറിയ അളവിൽ ആ പായസമൊക്കെ ആസ്വദിക്കും നിങ്ങൾ. ഈ ചോറ് കുറക്കുമ്പോൾ പായസം കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നില്ല. അപ്പം അത് മനസ്സിലാക്കുക. അകത്തേക്ക് പോകുന്ന കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ശരിക്കും. സോ അരിയുടെ അളവ് കുറച്ചിട്ട് നിങ്ങൾ പായസത്തിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ചുകൂടെ. കുറേ കഴിക്കാൻ ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കഴിക്കാം. നല്ലോണം വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിൽ റിലാക്സ്ഡായിട്ട് ആസ്വദിച്ചോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഭക്ഷണത്തിൻ്റെ അകത്തേക്ക് എത്ര കാർബോഹൈഡ്രേറ്റ് ചെന്നു. ഫാറ്റ് തീരെ കുറവാണല്ലോ എൻ്റെ ഓണസദ്യയിൽ. ആ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ അത് എവിടെയാണ്? ചോറിൻ്റെ അകത്തല്ലേ. ബാക്കി കറികളിൽ മിക്കതിലും കുറവില്ല, പിന്നെ പായസത്തിലുള്ളത്. സോ ചോറിൻ്റെ അളവ് നല്ലോണം കുറച്ചിട്ട് കറികൾ കൂടുതൽ കഴിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങൾ 1-2 കൂട്ടം പായസം ആസ്വദിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒപ്പം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വ്യായാമം കൂടെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കൂ, ആസ്വദിക്കുക. റൈറ്റ്. കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് നമ്മളില്ലാത്ത ടെൻഷൻസ് വലിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട പോലും വളരെ ലാഘവത്തോടെ ലൈഫിനെ കാണുക. നമ്മൾ അന്നന്ന് കഴിക്കണം ഭക്ഷണത്തോടെ അകത്തെത്തുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാൻ. ഭൂമിയിൽ മരുന്നുകളൊന്നുമില്ല, ഇത് വ്യായാമം കൊണ്ട് നടക്കും. സോ നമ്മൾ എത്ര കാലം നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കുന്നു, അത്രയും കാലം നമ്മുടെ രക്തക്കൊഴിൽ ഗ്ലൂക്കോസോ കൊഴുപ്പൊന്നും അടിഞ്ഞു കൂടില്ല, നമുക്കൊരു കോംപ്ലിക്കേഷൻസ് വരില്ല. അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും പേടിക്കാനില്ല. സോ ഇതൊന്ന് മനസ്സിൽ വെക്കുക. ജീവിതം ആചരിച്ചു തീർക്കാനല്ല, ആസ്വദിച്ചു തീർക്കാനാണ്. ചെക്കപ്പോൾ കറക്റ്റ് നടക്കി രോഗം നടത്തിയിട്ട് രോഗത്തിനനുസരിച്ച് മരുന്നുകൾ കഴിച്ചോളൂ, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഡയറ്റ് കൺട്രോളും എക്സസൈസും ഇല്ലാത്ത ഒരു ജീവിതശൈലി രോഗത്തെയും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, പഠിക്കുക. പട്ടിണി കിടന്നുകൊണ്ടൊന്നും ഒരു രോഗം മാറാൻ പോകുന്നില്ല. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുക, പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്യാം. ഓണം ആഘോഷിച്ചോളൂ, ആചരിക്കരുത്. ഹാപ്പി ഓണം.